ഹലോ, ഒരു രാജ്യത്തിൻ്റെ ഒരു നാടിൻ്റെ അഭിവൃദ്ധിക്ക് അവിടെ വിളയിച്ചെടുക്കാൻ കഴിയുന്ന ഉൽപ്പന്നം എന്താണോ അത് പരമാവധി വിളയിച്ചെടുക്കുകയും കൃഷി ചെയ്തെടുക്കുകയും ആ ഉൽപ്പന്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പരമാവധി മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാക്കി ഒന്നോ അധികമോ പ്രോഡക്റ്റുകളാക്കി മാർക്കറ്റ് ചെയ്യുകയും ചെയ്ത് അതിൻ്റെ പണം സ്വരൂപിക്കുക എന്നുള്ളതാണ് ആ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിലായാലും കേരളത്തിലായാലും ഇവിടുത്തെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നതിൽ വളരെയധികം കുറവാണ് ഉള്ളത്. ഈ കേരളത്തിൽ തന്നെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പൊട്ടൻഷ്യലാണ് ഒന്ന് സ്പൈസസ്. ലോകത്തിൻ്റെ പ്രാചീന കാലം മുതലേ വിദേശികൾ കേരളത്തിൽ വന്നിരുന്നത് കേരളത്തിലെ വളരെ ഔഷധ സ്പൈസസ്, ആരോഗ്യത്തിന് ആവശ്യമായ അമൂല്യമായ സ്പൈസസ്, സുഗന്ധവിളകൾ തേടിയാണ്. ആ സ്പൈസസിന് വലിയ പൊട്ടൻഷ്യൽ, ഒരു ഇൻഡസ്ട്രിയൽ പൊട്ടൻഷ്യലുണ്ട്. അതുപോലെ തന്നെയുള്ള വലിയൊരു സാധ്യതയാണ് ഈ കാണുന്ന പ്ലാവ്. കണ്ടോ, ഇന്ന് മെയ് 15 മെയ് 15 പ്ലാവിൽ ഒരു 50ഓളം ചക്ക ഉണ്ട്. ഈ 50 ചക്ക, ഒരു ചക്കയ്ക്ക് ഒരു ഉൽപ്പന്നമാക്കി കഴിഞ്ഞാൽ ചുരുങ്ങിയത് 500 മുതൽ 1000 രൂപ വരെയെങ്കിലും നമുക്ക് നേടാൻ കഴിയും. നാട്ടിലെ കാര്യമാണ്. കേരളത്തിന് പുറത്തോ വിദേശത്തോ പോയാൽ അതല്ല സ്ഥിതി. അതിലൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ 500 രൂപ എങ്കിലും ഉൽപ്പന്നമാക്കി വിറ്റ് കഴിക്കാൻ കഴിയുന്ന ഈ സാധനം, ഈ പറമ്പിൻ്റെ ഉടമസ്ഥൻ ഇതിന് ഇത് ചക്ക ആവശ്യമില്ല. ഇത് പണ്ട കാലത്താണ് ഇതെല്ലാം ഇറക്കി ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അതിൻ്റെ വില മേടിക്കുമായിരുന്നു. ഇന്ന് അതിനും ഒന്നും മെനക്കെടുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് പോലും ആരെങ്കിലും വന്ന് ഇട്ടാലും പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇതിവിടെ കിടന്ന് ചീഞ്ഞ് നശിച്ച് പോകുന്ന സാഹചര്യമാണുള്ളത്. ഈ ഒരു പ്ലാവിൻ്റെ കാര്യം മാത്രമല്ല, ഇതുപോലെ ആയിരക്കണക്കിന്, 10,000-കണക്കിന് പ്ലാവുകളും ചക്കയും ഇതുപോലെ നശിച്ചു പോകുന്നുണ്ട്. ഇന്നും ഈ പ്ലാവുകൾ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കുരു തന്നെ കിളുത്ത് ഉണ്ടാകുന്ന പ്ലാവുകളാണ് പലതും. പണ്ട് കാലത്തെ തന്നെ ഒരു പറമ്പിൽ 2-3 പ്ലാവെങ്കിലും കാണും ചുരുങ്ങിയത്. അതിന് പ്രത്യേകിച്ച് ആരും ഒരു ശ്രദ്ധയും ആവശ്യമില്ല. അങ്ങനെ കിളുത്ത് വന്ന 2-3 പ്ലാവുകൾ, അല്ലെങ്കിൽ കുഴിച്ചിട്ട പ്ലാവുകൾ ആണ് ഈ അവശേഷിക്കുന്നത്. അങ്ങനെ അപൂർവമായിട്ട് പണ്ട് മുതലേ ഉള്ള ചില പ്ലാവുകൾ അവശേഷിക്കുന്നത് പോലും യൂട്ടിലൈസ് ചെയ്യാൻ ഇന്ന് കഴിയുന്നില്ലെങ്കിൽ ഇന്ന് ഈ കേരളത്തിലെ എത്രയോ അധികം പ്ലാവൊക്കെ ഇൻഡസ്ട്രിയലായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചുരുങ്ങിയ ചില 1-2 സ്ഥലങ്ങളിലെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം പ്രോഡക്റ്റാക്കി നല്ല വിലയ്ക്ക് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള, ഇപ്പോൾ നമുക്ക് മനസ്സ് വെച്ചാൽ ഇപ്പോഴുള്ളത് പാഴാകാതെ നിങ്ങൾക്ക് ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഉണ്ടെങ്കിൽ, ഈ ചക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന യൂണിറ്റ് ഉണ്ടെങ്കിൽ, ഒരു 100-1000 യൂണിറ്റ് കേരളത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നിലവിലുള്ളത് പോലും യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല. അത് യൂട്ടിലൈസ് ചെയ്യാനും ഇനി അതിന് കൂടുതൽ ഡിമാൻഡ് വന്നാൽ അത് കൂടുതൽ പ്ലാവ് കൃഷി ചെയ്ത് ധാരാളമായി ഇത് ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. ഇത് നാട്ടിൽ തന്നെ തിന്നാനല്ല. അങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ അതിൻ്റെ പ്രധാനമായ ഉപയോഗം എന്ന് പറയുന്നത് കേരളത്തിന് വെളിയിലേക്ക്, ഇന്ത്യക്ക് വെളിയിലേക്കും കയറ്റുമതി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്ലാവിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള വലിയ പൊട്ടൻഷ്യൽ നമ്മുടെ നാട്ടിലുണ്ട് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിന്. ഇനി പ്ലാവിൻ്റെ ചക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റിന് അത് മാത്രമല്ല, മറ്റ് കപ്പയിൽ നിന്നും ധാരാളമായ ഉൽപ്പന്നങ്ങളുണ്ട്. കപ്പ നമുക്കിവിടെ ധാരാളമായി കൃഷി ചെയ്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. കപ്പയിൽ നിന്നുള്ള വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് കപ്പ അരിഞ്ഞുണങ്ങി വിളയിച്ചത്, പഞ്ചസാര ചേർത്ത് വിളയിച്ചത്, അതൊക്കെ മഴക്കാലത്ത് പണ്ട് മുതലേ കഴിക്കുന്നൊരു പലഹാരമാണ്. അപ്പോൾ കപ്പയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ആ കൂടെ മാർക്കറ്റ് ചെയ്യാം. ചേമ്പ്, ചേന
മുതലായവ, ചേമ്പ്, ചേന, കാച്ചിൽ മുതലായവ വറുത്ത് അതിൻ്റെ ഫ്രൈകൾ അതിനെ മാർക്കറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഞാനിപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താണെന്ന് വെച്ചാൽ, ഈ പ്ലാവിൽ നിന്നുള്ള, ചക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ അനേക യൂണിറ്റുകൾ, ആ യൂണിറ്റുകൾക്ക് കപ്പയും ചക്കയും മാങ്ങയും അതുപോലെ തന്നെ തേങ്ങയുടെ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ചേന, ചേമ്പ്, കാച്ചിൽ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ, വെണ്ടയ്ക്ക പോലെയുള്ള പച്ചക്കറികൾ വറുത്ത് ഇതെല്ലാം മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം അനവധി യൂണിറ്റുകൾക്ക് വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഇതൊരു നല്ല വ്യവസായവുമാണ് എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. താങ്ക് യു.